നമസ്കാരം. ഞാൻ കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ്. നമ്മുടെ മഴക്കാലമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കട്ടപ്പന ഏരിയയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചും ഒന്ന് രണ്ട് വാക്ക് പറയാനാണ്. കാരണം നമ്മുടെ സമീപ ജില്ലകളിലൊക്കെ വേറെ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഷിഗല്ല പോലുള്ള, എബോള പോലുള്ള. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോൾ കൂടുതലും നമുക്ക് ജലം മലിനീകരണപ്പെട്ട് പോകാതെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കിണറുകൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ് കൂടുതലും ഈ സമയത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ഡിസെൻട്രി, ഷിഗല്ല പോലത്തെ അസുഖങ്ങൾ, അതുപോലെ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഇതെല്ലാം വെള്ളത്തിലൂടെ പകരുന്നതാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ചും സൂക്ഷിക്കേണ്ടത് നമ്മുടെ കിണറുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ വ്യക്തി ശുചിത്വം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ കിച്ചൺ, കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം, എല്ലാം ഹോട്ടൽസ് ആണെങ്കിലും നമ്മുടെ അടുക്കളയാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും. അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ കാലഘട്ടം എല്ലാം തുടങ്ങി, സ്കൂൾ പഠനം എല്ലാം തുടങ്ങി. അവർക്കപ്പം അവരുടെ ഫുഡിലും നമ്മുടെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമെല്ലാം ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കട്ടപ്പന ഏരിയയിൽ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ അസുഖം, ഒരു ഔട്ട് ബ്രേക്ക് പോലെ അങ്ങനൊന്നുമില്ല. വൈറൽ പനികളൊക്കെ തുടങ്ങുന്നുണ്ട്. നമ്മൾ ഏതൊരു പനിയാണെങ്കിലും ആദ്യം തുടങ്ങുന്ന എല്ലാം വൈറൽ പനിയുടെ ലക്ഷണങ്ങളാണ്. പനി, തലവേദന, ഛർദിയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ എന്ത് പനി വന്നാലും ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് വന്ന് പരിശോധിച്ചിട്ട് ചികിത്സ എടുക്കുക. അല്ലാതെ സ്വയമായി ഒരു ചികിത്സ ചെയ്യരുത്. വ്യക്തി ശുചിത്വം പാലിക്കുക. അതുപോലെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ കൃത്യമായി ശുചീകരിച്ച് ഉപയോഗിക്കുക. ഇത്രയാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ വർഷകാല ആരംഭത്തോടു കൂടി പറയാനുള്ളൂ. നമുക്കിവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് അസുഖമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.